ഞാൻ മനുഷ്യന്മാരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. 1 കൊരിന്ത്യർ 13 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ വാക്യങ്ങൾ നമ്മളെ എന്താണ് ചിന്തിപ്പിക്കുന്നത്? നമുക്ക് പ്രവാചകത്വമുണ്ടെങ്കിലും ഒരു മലയെ മാറ്റാനുള്ള വിശ്വാസമുണ്ടെങ്കിലും എന്തൊക്കെ പുണ്യപ്രവർത്തികൾ ചെയ്തെങ്കിലും അതിനൊന്നും സ്നേഹമില്ലെങ്കിൽ ഒരു വിലയുമില്ല. സ്നേഹം എവിടെ നിന്ന് ഉരുവാകുന്നു? 1 യോഹന്നാൻ 4:7 ഇപ്രകാരം പറയുന്നു: സ്നേഹമേറിയവരെ, നാം പരസ്പരം സ്നേഹിക്കണം. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. സ്നേഹം ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവം തന്നെ സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8 പറയുന്നു, ദൈവം തന്നെ സ്നേഹമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് സ്നേഹത്തിൻ്റെ പരമ മാതൃക. യേശുവിൻ്റെ എല്ലാ പ്രവൃത്തികളും സ്നേഹത്തിൻ്റെ അടിസ്ഥാനങ്ങളായിരുന്നു. പാപിനിയായ സ്ത്രീയെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. ക്രൂശിൽ മരിക്കുമ്പോഴും അവൻ പറഞ്ഞു, പിതാവേ, ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇതൊക്കെ സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹമെന്നാൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുക എന്നതാണ്. സ്നേഹത്തിൽ ജീവിക്കണമെങ്കിൽ ക്ഷമിക്കേണ്ടതുണ്ട്. സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ക്ഷമയാണ്. കൊലോസ്യർ ലേഖനം 3:13 നമ്മളെ പഠിപ്പിക്കുന്നത്, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. അതിൻ്റെ 14 ഇപ്രകാരം പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. നമ്മുടെ സഹജീവികളോട് ദയയും കരുണയും കാണിക്കണം. സ്നേഹം എന്നത് മനസ്സാക്ഷിയുടെ ഒരു പ്രവൃത്തിയാണ്.